السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി അനുഗ്രഹീതമായ സദസ്സിൽ സംഗമിക്കാൻ സമയവും സന്ദർഭവും അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തന്നിരിക്കുകയാണ്. ഈ ഒരു സദസ്സിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി മഹത്തായ തൗഫീഖിനെ നമുക്ക് വേണ്ടി കനിഞ്ഞരുളിയ റഹ്മാനായ റബ്ബിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. റബ്ബ് നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സദസ്സിൽ സംഗമിച്ചതുപോലെ നാളെ അള്ളാഹുവിൻ്റെ പരലോകത്തിലുള്ള ജന്നാത്തു നഈമിലും ഒരിടം നൽകി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനിൻ്റെ പഠന സദസ്സുകൾ സാധാരണ പറയാറുള്ളത് പോലെ ഏറെ പുണ്യമുള്ള മലായിക്കത്തുകൾ ഇറങ്ങുന്ന അനുഗ്രഹീതമായ സദസ്സാണ്. അതിലുപരി നമ്മുടെ പാപക്കറകളെല്ലാം പുറത്തു കിട്ടാൻ കാരണമാകുന്ന സദസ്സുകളാണ്. ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ അറിഞ്ഞുമറിയാതെയുമൊക്കെ വാക്കിലും പ്രവൃത്തിയിലും വന്നുപോയ ധാരാളം വീഴ്ചകളുണ്ട്. അതെല്ലാം അള്ളാഹു ഈ സദസ്സിൻ്റെ അവസാനത്തിൻ്റെ മുമ്പായി തന്നെ നമുക്ക് വിട്ടുപുറത്ത് അവൻ നമ്മയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ അംബിയ എന്ന് പറയുന്ന ശ്രദ്ധേയമായ സൂറത്ത്, അതിൻ്റെ അവസാനത്തെ 3 വചനങ്ങളാണ് 110 മുതൽ 112 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉണർത്തുന്നത്. ഇന്നത്തോടുകൂടി ഈ വലിയ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും ക്ലാസ്സുകളിൽ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് 1-2 പ്രാവശ്യം ഓതിയിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنه يعلم الجهر من القول ويعلم ما تكتمون. إنه يعلم الجهر من القول ويعلم ما تكتمون.
وإن أدري لعله فتنة لكم ومتاع إلى حين وإن أدري لعله فتنة لكم ومتاع إلى حين قال رب احكم بالحق قال رب احكم بالحق وربنا الرحمن المستعان على ما تصفون وربنا الرحمن المستعان على ما تصفون إنه يعلم الجهر من القول ويعلم ما تكتمون إنه يعلم الجهر من القول ويعلم ما تكتمون وإن أدري لعله فتنة لكم ومتاع إلى حين وإن أدري لعله فتنة لكم ومتاع إلى حين قال رب احكم بالحق وربنا الرحمن المستعان على ما تصفون قال رب احكم بالحق وربنا الرحمن المستعان على ما تصفون ഈ മൂന്ന് വചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓതി വച്ചിരുന്നു. വിശദീകരിക്കാൻ സമയം കുറഞ്ഞതുകൊണ്ട് നമ്മളത് ഈ ആഴ്ചയിലേക്ക് മാറ്റിവെച്ചതാണ്. ഖദറല്ലാഹ്. ഈ മൂന്നായത്തുകളും അല്ലാഹുവിൻ്റെ അഗാധമായ കഴിവുകളെക്കുറിച്ച്, അവൻ്റെ കേൾവിയുടെ വിശാലതയെക്കുറിച്ചൊക്കെയുള്ള ആയത്തുകളാണ്. ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥത്തിലേക്ക് നേരിട്ട് നമുക്ക് കിടക്കാം. ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗൽ വയഅലമു മാ തക്തുമൂൻ. ഇന്നഹു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവൻ, അല്ലാഹു, യഅലമുൽ ജഹ്റ മിനൽ ഖൗൽ, വാക്കുകളിൽ നിന്ന് ഉച്ചത്തിലുള്ളത് അല്ലെങ്കിൽ പരസ്യമായതെന്തോ അതറിയുന്നവനാകുന്നു അല്ലാഹു. വയഅലമു മാ തക്തുമൂൻ, നിങ്ങൾ ഒളിച്ചു വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതും അല്ലാഹു അറിയുന്നു. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യവും പരസ്യവും ഒരുപോലെയാണ്. സാധാരണ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു പ്രയോഗത്തിൻ്റെ ഖുർആനിക നേരിട്ടുള്ള വചനമാണിത്. ഒന്നുകൂടെ അർത്ഥം പറയാം. ഇന്നഹു എന്ന് വായിക്കി. ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗൽ, വാക്കുകളിൽ നിന്ന് പരസ്യമായതെല്ലാം അല്ലാഹു അറിയുന്നു. വയഅലമു മാ തക്തുമൂൻ, ഒളിച്ചു വെക്കുന്നതെന്തോ അതും അവൻ അറിയുന്നതാണ്. ഇത് അല്ലാഹുവിൻ്റെ കഴിവിൻ്റെ ആഴത്തെയാണ് അറിയിക്കുന്നത്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം എത്രത്തോളമാണ് അല്ലാഹുവിൻ്റെ കേൾവി ശക്തിയും
കാഴ്ച ശക്തിയുമെന്ന് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിലും മുജാദല എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്. തർക്കിക്കുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ അധ്യായത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഖൗല ബിൻത് ഹക്കീം റളിയല്ലാഹു അൻഹയാണ്. ഖൗല ബിൻത് ഹക്കീം മഹാനായ ഉസ്മാൻ ബിൻ മളഊനിന്റെ ഭാര്യയായിരുന്നു. ഉസ്മാൻ ബിൻ മളഊൻ ആരാണ്? മക്കക്കാരനാണ്, സഹാബിയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ആളുകളിൽ ആദ്യം മരണപ്പെട്ട ആളാണ്. ബക്കിയയിൽ ആദ്യത്തെ ഖബർ ഒരുങ്ങിയത് അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ഖൗല. നബിയുടെ അരികിൽ വന്നുകൊണ്ട് അവർ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് എന്നെ ആദ്യത്തെ പോലെ പരിഗണിക്കുന്നില്ല. അവർ മെല്ലെയാണ് പ്രവാചകന്റെ മുമ്പിൽ വന്ന് പറയണത്. പ്രസരിപ്പൊക്കെ ഉള്ള കാലത്ത് നല്ല സ്നേഹമായിരുന്നു എന്നോട്. എൻ്റെ ശരീരത്തിൻ്റെ ഭംഗി നീങ്ങിത്തുടങ്ങിയപ്പോൾ, വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് എന്നോടെന്തോ ഒരകൽച്ച തോന്നുന്നു. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ അപാരത. അള്ളാഹു നിങ്ങളുടെ കണ്ണിൻ്റെ വഞ്ചനാ നോട്ടങ്ങളെ അറിയുന്നവനാണ്. അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന ചിന്താതരംഗങ്ങളെ അറിയുന്നവനാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയുന്ന 2 ആയത്തുകളാണ്. പരലോകത്ത് നന്മ തിന്മകൾ ഹാജരാക്കുമ്പോൾ സൂക്ഷ്മമായതടക്കം അള്ളാഹു കൊണ്ടുവരുന്നുണ്ട്. ഫമയഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ദർറ എന്ന് പറയുന്നൊരു വാക്കുണ്ട് സൽസലയുടെ അവസാനത്തെ 2 ആയത്തുകളിൽ. ദർറ ഓട്ടവേലിൽ പാറുന്ന പൊടിപടലങ്ങളിൽ ഒന്നാണ് ദർറത്ത്. ലിസാനുൽ അറബ് പോലെയുള്ള ഡിക്ഷണറിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. താഴേക്ക് വീണ പഞ്ചസാര മണി പെറുക്കാൻ വരുന്ന കറുത്ത ചെറിയ ഉറുമ്പിൻ്റെ ഒരു കാൽപ്പാടാണ് ദർറത്ത്. അതടക്കം നാളെ അള്ളാഹു മനുഷ്യരുടെ മുന്നിൽ നന്മയാണെങ്കിൽ അത്, തിന്മയാണെങ്കിൽ അത് ഹാജരാക്കണമെങ്കിൽ എത്ര സൂക്ഷ്മമായ നോട്ടമാണ് അവൻ്റെ സൃഷ്ടികളുടെ മേൽ അള്ളാഹ്ക്കുള്ളത്. ഈ റബ്ബിൻ്റെ കൺവെട്ടിച്ച്, ഈ റബ്ബിൻ്റെ അറിവിൽ നിന്ന് മറഞ്ഞ നേരം നമുക്കൊരു സെക്കൻഡ് നേരത്തേക്ക് പോലും ഇല്ല എന്നാണ്. അവിടെയാണ് മരുഭൂമിയിൽ വെച്ച് ഒരു അറാബി പെണ്ണും ഒരു അറാബി ചെക്കനും കണ്ടുമുട്ടിയപ്പോൾ, സായം സന്ധ്യയുടെ സമയമാണ്, പരിസരത്തെങ്ങാൻ ആരുമില്ല. ചെങ്ങായി ആണെങ്കിൽ ഈ പെണ്ണിനെ നോട്ടമിട്ടിട്ട് കുറേ കാലമായിരുന്നു. അപ്പം അവൾ ഒറ്റക്ക് കിട്ടിയപ്പോൾ അവൻ്റെ ആഗ്രഹം പറയാണ്. ചരിത്രത്തിൽ നമ്മൾക്ക് കാണാം. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നക്ഷത്രങ്ങളല്ലാതെ ഇപ്പോൾ നമ്മെ ആരും കാണുന്നില്ല എന്ന്. ആ പെണ്ണിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഫഅൈന മുകൗകിബുഹ എന്ന്. ആ നക്ഷത്രത്തെ സൃഷ്ടിച്ചവൻ എവിടെ? അവൻ കാണുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം അത്രത്തോളം സൂക്ഷ്മമായി കാര്യങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ ഹൃദയങ്ങളിലുള്ളത്, നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ, അത് ഏത് വേരിയേഷൻസുകളിലാണെങ്കിലും അള്ളാഹു നമ്മെക്കുറിച്ച് അറിയുന്നവനാണ് എന്ന് അള്ളാഹു നമ്മോട് പറയാം. എത്രത്തോളം എന്നറിയോ? ബുദ്ധിയുള്ള ഹൃദയങ്ങളോട് അള്ളാഹു സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇത്ര വരെ പറഞ്ഞു, ഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു. അദൃശ്യകാര്യങ്ങളുടെ അതിൻ്റെ ആ ഖജാനയുടെ താക്കോലുകൾ അള്ളാഹുവിൻ്റെ പക്കലാണ്. സൂറത്തു അനാമിലായത്താണ്, വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. കടലിലും കരയിലുമുള്ളത് അള്ളാഹ് അറിയുന്നു. ആ അറിവ് പൂർണ്ണ അർത്ഥത്തിലാണ്. പസഫിക് ഓഷ്യൻ്റെ ഏറ്റവും താഴെ എവറസ്റ്റ് കൊടുമുടി, മൗണ്ട് എവറസ്റ്റ് കൊണ്ടുപോയി മുക്കാൻ മാത്രം ആഴമുള്ള സ്ഥലങ്ങളുണ്ട് എന്ന്. വീണ്ടും
കിലോമീറ്ററുകൾ മുകളിലേക്ക് വീണ്ടും ജലം ബാക്കിയാകുമെന്നാണ്. മനുഷ്യർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പ്രഷർ മൂലം അവർ ചിന്നിച്ചിതറുന്നാണ് പഠനങ്ങൾ പറയുന്നത്. ടൈറ്റൻ എന്ന് പറയുന്ന പേടകത്തിൻ്റെ ഉള്ളിൽ കോടീശ്വരന്മാരായ ചില ആളുകൾ അങ്ങോട്ട് നടത്തിയ ഒരു യാത്രയുണ്ടായിരുന്നു. നമുക്കറിയാം, അത് ഉൾവലിഞ്ഞ് അപകടത്തിൽപ്പെട്ടു. ഉൾവലിഞ്ഞ് പൊട്ടിത്തെറിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഉൾവലിഞ്ഞാൽ പിന്നെ പൊട്ടിത്തെറിക്കലല്ലോ. ഒരു സാധനം പുറത്തേക്ക് തെറിക്കുമ്പോഴാണ് പൊട്ടിത്തെറിച്ചെന്ന് പറയാൻ പറ്റുക. വെള്ളത്തിൻ്റെ പ്രഷർ മൂലമാണ് അത് സംഭവിച്ചത് അല്ലേ? ജർമ്മൻ കമ്പനിയായ ബ്ലൂ മാർബിൾ എന്ന് പറയുന്നൊരു കമ്പനി വർഷങ്ങൾക്ക് മുമ്പ്, ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുങ്ങിപ്പോയ സഞ്ചരിക്കുന്ന കപ്പൽ എന്നറിയപ്പെടുന്ന ടൈറ്റാനിക്കിനെ കാണാൻ വേണ്ടിയുള്ള യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ചിലതൊക്കെ വിജയിച്ചിട്ടുണ്ട്, ചില ഓപ്പറേഷൻസുകൾ, ചിലത് പരാജയപ്പെട്ടു. നമ്മുടെ വിഷയം അതല്ല. അത്രത്തോളം കഠിനമായ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കളൊക്കെ ഉൾവലിഞ്ഞ് പൊട്ടുമ്പോൾ ഇന്ന് വരെ പ്രകാശം പരത്തുന്ന ഇടങ്ങളിലേക്ക് കടന്നു വരാത്ത മത്സ്യങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ജെല്ലി ഫിഷ് എന്ന് വെറുതെ അടിച്ചു നോക്കിയാൽ നമ്മളെ കൈകൊണ്ട് ഇങ്ങോട്ട് പിടിച്ച് ഞൊരണ്ടിയാൽ കയ്യിലേക്ക് അത് അങ്ങോട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള മത്സ്യങ്ങൾ അവിടെയുണ്ട്. എന്തുകൊണ്ട് അത് തകർന്നു പോകുന്നില്ല? ആ മത്സ്യത്തിൻ്റെ ഹൃദയം ഒന്ന് മിടിച്ചാൽ, അതിൻ്റെ ചിറകൊന്ന് ചലിച്ചാൽ, അതിൻ്റെ വായ ഒന്ന് തുറന്ന് അടച്ചാൽ അള്ളാഹു അറിയുന്നുണ്ട്. വലിയ കൊടും വനങ്ങളിലുള്ള മുളങ്കാടുകളിൽ നിന്നൊരു ഇല ഞെട്ടറ്റ് വീണാൽ അത് അള്ളാഹ് അറിയുന്നു. ഇത് ഞാൻ വെറുതെ പറയല്ല, ഞാൻ ഓതിയ അനാം സൂറത്തിലുണ്ടത്, ആയത്തിലുണ്ട്. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. എത്ര കോടി മരങ്ങൾ, അതിലെത്ര കോടി ഇലകൾ, അതിൽ നിന്നൊരു ഇല വീഴണമെങ്കിൽ അള്ളാഹു അറിയാതെ സംഭവിക്കില്ല. അല്ലാഹു അക്ബർ. ലുക്മാനിലക്കി മകനോട് പറഞ്ഞെന്താ? യാ ബുനയ്യ ഇന്നഹ, അറിയണ ആയത്ത് ഓതി, യാ ബുനയ്യ ഇന്നഹ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സുഖറ ഔ ഫി السماوات ഔ ഫിൽ അർളി യഅതി ബിഹാ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ചെറിയൊരു കാര്യം പാറക്കെട്ടുകൾക്കുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും അല്ലാഹ് കൊണ്ടുവരും. യഅതി ബിഹാ അല്ലാഹ്. ആ അള്ളാഹുവിനെ നമ്മൾ അങ്ങനെ സൂക്ഷ്മമായി അറിഞ്ഞാൽ പല തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. അർശിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗത്ത് എണ്ണിയപ്പോൾ അതിലൊരു യുവാവിനെ കുറിച്ചല്ല പറയുന്നത്, യുവതികളെ കുറിച്ചല്ല പറയുന്നത്, ആ പ്രായക്കാരെ കുറിച്ച് പറയുന്നത് അല്ലേ? ദാത്ത മൻസിബിം വജമാൽ, ഭംഗിയുള്ള സുന്ദരിയായൊരു പെണ്ണ് തിന്മക്ക് വിളിച്ചപ്പോൾ ഇന്നി യഖാഫുല്ലാ എന്ന് അള്ളാനെ ഭയപ്പെട്ടുകൊണ്ട് ആ തിന്മയിൽ നിന്ന് മാറി നിന്നാൽ അവർക്ക് അർശിൻ്റെ തണലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമുള്ള ലോകമാണ് ദുനിയാവ്. ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാർ കാട്ടിലകപ്പെട്ടൊരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. അയാള് പേടിച്ച് കാട്ടിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള തത്രപ്പാടിലാണ്. വന്യമൃഗങ്ങളൊക്കെ ഉള്ളൊരു കാടാണ്. ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാർ ഇത് പറഞ്ഞിരുന്നെന്തിനറിയോ? ദുനിയാവിൻ്റെ നൈമിഷികത പറയാനാണ്. അള്ളാഹുവിൻ്റെ റസൂലോട് പറഞ്ഞെന്താ? നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഈ വറസത്ത്, ഈ അനന്തരമെടുക്കൽ സമ്പ്രദായം ഒരുപക്ഷെ ഒരു പരീക്ഷണമാകാം, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ സുഖങ്ങളിൽ ഒരു ചെറിയ സുഖമാകാം എന്ന് പറഞ്ഞു. റസൂൽ അതിനെ വ്യക്തമാക്കാതെ ഇങ്ങനെ പറഞ്ഞു, രണ്ടുമാകാം. രണ്ടും ശരിയാണ്. പരീക്ഷണമാണ്, ദുനിയാവിലെ അനുഭൂതിയുമാണ്. അപ്പൊ കാട്ടിലകപ്പെട്ടൊരു മനുഷ്യൻ തൻ്റെ ജീവനും കൊണ്ട് ഓടുകയാണ്. ഓടുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു വന്യമൃഗം ചാടി വീഴുകയും അതിനെ പേടിച്ച് അദ്ദേഹം വീണ്ടും സ്പീഡിൽ ഓടുകയും ഓട്ടത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ കാല് ഒരു കല്ലിൽ തട്ടി മറിഞ്ഞു വീണുന്നാണ്. അദ്ദേഹം മറിഞ്ഞു വീണത് ഒരു പൊട്ടക്കിണറ്റിലേക്കാണ്. പൊട്ടക്കിണറ്റിലേക്കടെ വീണു.
വീണുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാട്ടുവള്ളിയിൽ പിടികിട്ടിയതാണ്. താഴേക്കണ് എത്തിയതുമില്ല, മേലെന്ന് പോലും ചെയ്തു. അപ്പം അതും അങ്ങനെ പിടിച്ചിട്ട് അദ്ദേഹം താഴേക്ക് ഇങ്ങനെ നോക്കുകയാണ്. കിതച്ച് പേടിച്ച് ബേജാറായി ആ കുഴിയുടെ കിണറിൻ്റെ താഴേക്ക് നോക്കിയപ്പോൾ അതിൽ വെള്ളമല്ല. വെള്ളത്തിന് പകരം അതിലുള്ളത് എന്താണ്? പണം വിടർത്തി നിൽക്കുന്ന സർപ്പങ്ങളാണ്. താഴെ വീണാൽ പാമ്പ് കൊത്തും. എന്നാൽ ഞാൻ മേലേക്ക് കയറി രക്ഷപ്പെടാൻ വിചാരിച്ചാൽ നടക്കൂല. കാരണം അദ്ദേഹത്തെ തിന്നാൻ വേണ്ടി കാത്തിരിക്കണ സിംഹം അവിടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോ ഏതോ ഒരാളാണെന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ബേജാറൊന്നുമില്ലാത്ത. ഇപ്പം നമ്മളാണെങ്കിൽ രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ നോക്കും അല്ലേ? അങ്ങനെ ആ മനുഷ്യൻ രക്ഷപ്പെടാനുള്ള വഴികൾ അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതിന് പകരം മേലെ കയറിയ സിംഹമുണ്ട്, താഴെ പാമ്പാണ്, എന്നാൽ ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കാന്ന് വിചാരിച്ച് നടക്കുമോ? അതുമില്ല. സിംഹം പോയിട്ട് മെല്ലാണ് പോവാ, അത് നടക്കൂല. കാരണം എന്താ? അദ്ദേഹം തൂങ്ങിയ മരവള്ളി 2 എലികൾ ഇങ്ങനെ മുകളിൽ കാർന്ന് മുറിക്കുന്നുണ്ട്. ഡേഞ്ചർ സിറ്റുവേഷനാണ് അല്ലേ? വല്ലാത്തൊരവസ്ഥയാണ്. അവ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കണം. അങ്ങനെയാണ് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ആ കിണറിൻ്റെ കുറേ മുകളിലുള്ള അതിലൂടെ ഇങ്ങനെ പടർന്നു പോകുന്നൊരു മരക്കൊമ്പിൽ തൂങ്ങി നിൽക്കുന്ന തേനീച്ചക്കൂട്, അതിൽ നിന്ന് ഒരിറ്റ് തേൻ അതിൻ്റെ അടയിൽ നിന്ന് ഉതിർന്ന് അദ്ദേഹത്തിൻ്റെ വായിലേക്ക് ഒറ്റി വീണു. ആ തേനിൻ്റെ മധുരം ആസ്വദിച്ച് അയാളെല്ലാം മറന്നു. എന്തൊക്കെ മറന്ന്? ഞാൻ കാട്ടിലാടെന്ന് മറന്നു, കിണറ്റിലാടെന്ന് മറന്നു, താഴെ ഇന്ന ആൾക്കാരുണ്ടെന്ന് മറന്നു, മേലെ മറ്റവരുണ്ടെന്ന് മറന്നു, തൂങ്ങിയ വള്ളി ആരൊക്കെയോ കാർന്ന് മുറിക്കുന്നുണ്ടെന്ന് മറന്നു, രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കാൻ അതും മറന്നു. ഈ തുള്ളി മധുരത്തിൽ എല്ലാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ ഉദാഹരണം എത്രത്തോളം വലിയ വിഡ്ഢിയാണോ അദ്ദേഹം, അതുപോലെയാണത്രേ ദുനിയാവിൻ്റെ സുഖങ്ങൾ മാത്രം തേടിപ്പോകുന്ന ആളുകളുടെ ഉപമ എന്ന് പറഞ്ഞതായി നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇങ്ങനെയാണ്: ഇന്ന ഹഉലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീല. മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലരുണ്ട് ഭാരമേറിയ ലോകത്തെ വിസ്മൃതിയിലേക്ക് തള്ളി ക്ഷണികമായ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ. അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ? അവർ വിഡ്ഢികളാണ് എന്ന്. എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത ലോകം നമ്മുടെ മുമ്പിൽ വരാണ്ട് ആ ലോകത്തെക്കുറിച്ച് ഖുർആൻ പച്ചക്ക് പറഞ്ഞെന്താ? വൽ ആഖിറതു, നമുക്കൊക്കെ അറിയണ ആയത്താണ്, സബ്ബിസ്മ റബ്ബിക്കൽ അഅലയിലായത്. വൽ ആഖിറതു ഖൈറുൻ, നമ്മളെ ജുമാഅക്കോദിലെ വഅബ്ഖ, ഏറ്റവും ഖൈറായ ലോകം, എന്നും ബാക്കിയാകുന്ന ലോകം പരലോകമാണ്. അവിടെ റസൂൽ പറഞ്ഞത് ദുനിയാവിൻ്റെ അനുഭൂതികളാകാം, അല്ലെങ്കിൽ ഒരു പരീക്ഷണമാകാം എന്ന് പറയാൻ കാര്യം. അടുത്ത വചനത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ പ്രഖ്യാപിക്കുകയാണ്, ഖാല റബ്ബി ഹ്കും ബിൽ ഹഖ്. റസൂലുള്ള പറയുകയാണ്, റബ്ബി എന്ന് പറഞ്ഞെന്താ? അവിടെ യാ കളയപ്പെട്ടതാണ്, ശരിക്കും റബ്ബി എന്നാണ് അവിടെ അല്ലേ? ഖുർആൻ്റെ ചില സ്ഥലങ്ങളിൽ ആ ഒരു നിയമം നമുക്ക് കാണാൻ പറ്റും. റബ്ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ റബ്ബേ എന്നാണ്. ഇഹ്കും ബിൽ ഹഖ്, നീ യഥാർത്ഥ പ്രകാരം വിധിച്ചാലും എന്ന് പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ പറയാം. ഏറ്റവും നല്ല വിധികർത്താവാകുന്നു അള്ളാഹു എന്നതിൻ്റെ തഫ്സീറിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അള്ളാഹു എങ്ങനെ വിധി നടപ്പിലാക്കുക പരലോകത്ത്? അള്ളാഹു നാളെ വിധി കൽപ്പിക്കുന്നത് വ്യക്തമായ തെളിവുകൾ ഹാജരാക്കിയിട്ടാണ്. അള്ളാഹു തെളിവെടുക്കുന്ന രൂപങ്ങളിൽപ്പെട്ട ഒന്നാണ് പ്രവാചകന്മാരെ സാക്ഷിയാക്കിയിട്ട് തെളിവെടുപ്പിക്കുന്നത്. അപ്പം നമ്മുടെ വിഷയത്തിൽ സാക്ഷി പറയാൻ, അല്ലെങ്കിൽ അനുകൂലമായോ പ്രതികൂലമായോ പറയാൻ ആരെയെ കൊണ്ടുവരിക? നമ്മുടെ പ്രവാചകനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ സൂറത്തു നിസായിലെ ആയത്ത് കേട്ടപ്പോൾ നമ്മുടെ നേതാവ് കരഞ്ഞില്ലേ? വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം എനിക്ക് ഓതിത്തരൂ എന്ന് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അദ്ദേഹം ഓതിയത് സൂറത്തു നിസാ ആണ്.
അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഇത് ഓതി കൊടുക്കണീൻ്റെ മുന്നേ നബി അത് ആവശ്യപ്പെട്ടപ്പോൾ, അങ്ങനെ ആവശ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, നബിയെ ഖുർആൻ നിങ്ങൾക്കല്ലേ അവതരിച്ചത്, നിങ്ങളല്ലേ ഞങ്ങൾക്ക് ഓതിത്തരേണ്ടത്. അപ്പം നബി പറഞ്ഞ എന്താണ്, അത് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഹദീസിൽ നിന്നാണ് പണ്ഡിത ലോകം ഖുർആൻ കേൾക്കുന്നതിലും കൂലിയുണ്ട് എന്ന് പഠിപ്പിച്ചത്. അങ്ങനെ മസ്അല കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ ഓതി വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കരഞ്ഞത്. അപ്പൊ കരച്ചിൽ കേട്ടപ്പോൾ ഇബ്നു മസ്ഊദ് കണ്ണടച്ചോതുന്ന അദ്ദേഹം ഒന്ന് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ പ്രവാചകന്റെ കണ്ണുകൾ നനഞ്ഞ് സജലമായി കരയുകയാണ്. ചോദ്യം വന്നു, എന്തു പറ്റി നബിയെ, ഇനി നിങ്ങൾ ബാക്കി ഓതല്ല അബ്ദുള്ള എന്ന് പറഞ്ഞു. എന്തേ കാരണം? എന്തേ പ്രവാചകൻ കരയാൻ കാരണം? നാളെ പരലോകത്ത് സമൂഹങ്ങളെ ഹാജരാക്കി, ആ ഹാജരാക്കുന്ന സമൂഹത്തിൻ്റെ മുന്നിൽ പ്രവാചകന്മാരെയും കൊണ്ടുവരുമ്പോൾ എന്ന് പറയുന്ന ആയത്താണ് അവിടെ പരാമർശം. അള്ളാഹുവിൻ്റെ വിധികൽപ്പന ഒന്നങ്ങനെയാണ്. പിന്നെ അള്ളാഹു വിധി തീർപ്പാക്കുന്നത് ഭൂമിയെ സാക്ഷിയാക്കിയിട്ടാണ്. വിശുദ്ധ ഖുർആനിലൊരായത്താണ് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഇദാ സുൽസിലയിലെ ആയത്താണ്. അന്ത്യനാളുമായി ബന്ധപ്പെട്ട വചനം പറയുന്ന ഭാഗത്താണ് അള്ളാഹു പറഞ്ഞത് ഇദാ സുൽസിലത്തുൽ അർളു ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. ഓതി അടുത്ത ആയത്ത് വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ. പിന്നെ അവിടെയാണ് ആയത്ത് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്നതാണ്. ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയാം. അപ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ ഭൂമി എങ്ങനെ സംസാരിക്കും? അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, നിങ്ങൾ ഭൂമിയിൽ ഒരു നന്മ ചെയ്യുമ്പോഴാകട്ടെ തിന്മ ചെയ്യുമ്പോഴാകട്ടെ ഭൂമിയുടെ ഏതെങ്കിലും ഒരിടത്ത് വെച്ചിട്ടായിരിക്കും അത് ചെയ്യുക. ആ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായി അള്ളാഹ് ഭൂമിയെ കൊണ്ടുവരും. എന്നിട്ട് ഭൂമി സംസാരിക്കും, അള്ളാഹുവേ അയാൾ ഇന്ന നന്മ ചെയ്ത സ്ഥലം ഇതാണ്. അപ്പോൾ ഓരിമുക്ക് പള്ളിൻ്റെ ചുമരുകളും ഈ ഇരുത്തവും നാളെ ഉറപ്പായിട്ടും അള്ളാഹിൻ്റെ കോടതിയിൽ വരും. നമുക്കനുകൂലമായി സാക്ഷി പറയും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 3 പേരുടെ വിഷയത്തിൽ റുഫി അൽ ഖലം, പേന ഉയർത്തപ്പെട്ടു എന്നാണ്. 3 വിഭാഗം ആളുകൾ ചെയ്ത ഒന്നും അള്ളാഹു എഴുതിയേക്കില്ല. ഒന്നരാ 3 വിഭാഗം ആളുകൾ ചെയ്തത് അള്ളാഹു എഴുതി വെക്കൂല. ഓല് എന്ത് ചെയ്താലും എഴുതി വെക്കൂല. ഒന്ന് പറഞ്ഞത് കുട്ടിയാണ്, പ്രായപൂർത്തിയത്തിന് മുമ്പുള്ള കുട്ടിയാണ്. രണ്ടാമത് പറഞ്ഞത് ഭ്രാന്തനെ പഞ്ഞി കുട്ടിയായാലും ശരി വലിയ ആളായാലും ശരി തലക്ക് സ്ഥിരതല്ലാത്ത ആളെന്തെല്ലാം പറയും അല്ലേ, മജ്നൂൻ. 3ാമത്തെ വിഭാഗം അറിയോ? ഉറങ്ങുന്നവനാണ്. ആരാണ്? ഉറങ്ങുന്ന ആൾ എന്തെല്ലാം പറയും അല്ലേ. നമ്മളിലൊക്കെ ഉറങ്ങുമ്പോൾ മാത്രം വാചാലരാകുന്ന കുറേ ആൾക്കാരുണ്ട്. അതുപോലെ അല്ലേ, അത് അവരെന്ത് ചെയ്യുന്നു അവരറിയുന്നില്ല, അതുകൊണ്ട് അത് എഴുതി വെക്കുന്നില്ല. എന്നാൽ ബുദ്ധിയും വിവേകവുമുള്ള ആൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം എഴുതി വെക്കുന്നുണ്ട്. ആ എഴുതി വെക്കുന്നതാണ് റബ്ബിൻ്റെ വിധി നാളെ അള്ളാഹു നടപ്പിലാക്കുന്നത്. ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നന്മയാകാം തിന്മയാകാം എഴുതി വെക്കുന്ന മാന്യന്മാരായ എഴുത്തുകാരുണ്ട്. ആ എഴുത്തുകാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ എന്നാണ്. അനീതി കാണിക്കില്ല. അയാളെനിക്കിഷ്ടമല്ല, അതുകൊണ്ട് 2-3 പാവകൾ എക്സ്ട്രാ ഇരുന്നോട്ടെ. അയാൾ അമ്മൻ്റെ ആളാ, അതുകൊണ്ട് കുറച്ച് ചെയ്യാത്തതാണ് എഴുതി വെക്കുക. ഇല്ല, അതൊക്കെ നമ്മളെ ഇടയിലുള്ള കുറെ കള്ളത്തരങ്ങളല്ലേ. മലക്കുകൾക്ക് അങ്ങനെയല്ല, ഒരു കിറാമൻ കാത്തിബീനാണ്. എന്നിട്ട് മരിക്കണ സമയത്തെ 60ാമത്തെ വയസ്സിലാണ് മരിച്ചു വിചാരിച്ചു, 40-ലും 30-ലൊക്കെ മരിച്ചു വിചാരിച്ചു. അല്ലാഹു പറയാണ്, നിങ്ങളുടെ പിരടിയിൽ ആ എഴുതപ്പെട്ട രേഖകൾ അവർ സ്ഥാപിക്കപ്പെടുമെന്നാണ്. അതെങ്ങനെയാണത് സ്ഥാപിക്കുക എന്ന് വല്ലാഹു അലം. ഇതുമായിട്ടാണ് നമ്മൾ ഖബറിലേക്ക് പോകുന്നത്. നാളെ ഉയർത്തിയെഴുന്നേൽപ്പിന്റെ ദിനം അല്ലാഹു പറയും അത്ര, വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ ഇഖ്റ കിതാബക്
കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ. അള്ളാഹു ആ ചുരുട്ടി വെക്കപ്പെട്ട പിരടിയിലെ രേഖകൾ പുറത്തെടുത്തിട്ട് മനുഷ്യൻ്റെ കൈകളിലേക്ക് കൊടുക്കും. അതിലിങ്ങനെ കുറേ നന്മയുള്ളവരാണെങ്കിൽ വലത്തെ കൈയുടെ കൊടുക്കുക എന്നാണ്, വലതു ഭാഗത്തു കൂടിയാണ് കൊടുക്കുക. അല്ലാത്തവൻ്റെ ഇടത് കൈയിലൂടെയും കൊടുക്കുന്നുണ്ട്, മുതുകിൻ്റെ പിന്നിൽ കൂടിയും കൊടുക്കുന്നുണ്ട്. ഇതിൽ അവസാനം പറഞ്ഞ രണ്ട് വിഭാഗം തോറ്റോല. നമുക്കിപ്പോൾ അത്രയൊന്നും വെറുപ്പില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മുഖത്ത് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. നല്ലോണം വെറുപ്പുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക? എന്നാ പിടിച്ചോ എന്നിട്ട് നോക്കാതെ കൊടുക്കുക. മലക്കുകൾ മുഖത്ത് പോലും നോക്കാതെ അമ്മിൻ വറാഇ ളുഹ്രി എന്ന് പറഞ്ഞില്ല, മുതുകിൻ്റെ പിന്നിലൂടെ ഗ്രന്ഥം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത്രയും വെറുപ്പായിരിക്കും മലക്കുകൾക്ക് ഓലോട്. അത്രയും ചെയ്തു കൂട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ. എന്നാൽ അത്രയൊന്നും ദേഷ്യമില്ലാത്ത വിഭാഗം ഉണ്ടാവും. ഒന്നോല് തോറ്റോലാണേനും ഓൾക്ക് ഇടത്ത കൈയുടെ മുമ്പ് കൂടെ കൊടുക്കും, വലത് കൈയിലൂടെ കിട്ടണോലുണ്ട്. അതാണ് ആ പറയപ്പെട്ട രേഖ നമ്മുടെ കൈകളിലേക്ക് നൽകപ്പെടും. വലത് കൈയിലൂടെ കിട്ടിയവൻ എന്താ പറയാ? അള്ളാന്റെ വിധി തീർപ്പിന്റെ നാളിന്റെ ദിവസമാണ് ഈ പറയണത്. സത്യസന്ധമായി അള്ളാഹ് വിധി കൽപ്പിക്കൂ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് പ്രഖ്യാപിക്കാൻ പറയാം. എന്താണ് വലത് കൈയിലൂടെ കിട്ടിയവൻ പറയാ? അല്ലേ? ആയത്തിന്റെ തുടക്കം എങ്ങനെയാ? വാക്യയിലല്ലേ? അതിന്റെ തുടക്കം ഉണ്ടല്ലോ, വലത് കൈയിലൂടെ കിതാബ് നൽകപ്പെട്ടവൻ പറയും. അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, വലത് കൈയിലൂടെയാണ് ഗ്രന്ഥം നൽകപ്പെട്ടതെങ്കിൽ ഫയഖറഉ ഹാഉ മുഖറഉ കിതാബ് ഫയഖൂലു ഹാഉ മുഖറഉ കിതാബി അസ്തഗ്ഫിറുല്ലാഹ്. അവൻ പറയും, എൻ്റെ ഗ്രന്ഥം ഇതാ എനിക്ക് കിട്ടിയിരിക്കുന്നു. ഇതവൻ ആരോടാ പറയണതറിയോ? അവൻ്റെ അഹിലുകാരോടാണ്, അവൻ്റെ കൂട്ടുകാരന്മാരോടാണ്. കാരണം ജീവിതത്തിലെ സങ്കീർണമായ വിജയം അവൻ നേടിയെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഓൻ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു പോകുന്നുണ്ട് അത്രേ, ഇന്നി ലനൻതു അന്നി മുലാഖിൻ ഹിസാബിയ. ഇങ്ങനൊരു വിചാരണയെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് ഞാൻ അതിശക്തമായി പ്രതീക്ഷിച്ചിരുന്ന ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർക്ക് അല്ലാഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ, തൃപ്തികരമായ ജീവിതം കൊടുക്കും. അല്ലാഹു അവരെല്ലാം ചേർക്കുമാറാകട്ടെ, അല്ലാഹു അവരെല്ലാം ചേർക്കുമാറാകട്ടെ. തൃപ്തികരമായ ജീവിതം. ഏതാണ് ആ തൃപ്തികരമായ ജീവിതം? അല്ലാഹു പറയും, കുലു വഷ്റബു, നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ കാരണത്താൽ. എന്നിട്ട് അല്ലാഹു പറയാണ്, ഖുതൂഫുഹാ ദാനിയ, പഴക്കുലകൾ നിങ്ങളിലേക്ക് ചായ്ഞ്ഞു വരുന്ന സ്വർഗം, അതിലായിരിക്കും പ്രവേശിക്കുക. നേരെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട് ഇടത്തെ കൈയുടെ കിട്ടുന്നവരെ കുറിച്ച്. അപ്പം അല്ലാഹു രേഖകളിലൂടെ വിധി കൽപ്പിക്കുന്നതാണ്. എന്നോടൊരാൾ ചോദിക്കേണ്ടായി, ഉസ്താദേ, എല്ലാം അറിയുന്നവനാണ് അല്ലാഹു, എല്ലാം കേൾക്കുന്നവനാണ് അല്ലാഹു, പിന്നെ എന്തിനാണ് ഈ പരലോകത്തൊരു വിചാരണ സിസ്റ്റം, ഒരു കിതാബ് കൊടുക്കൽ, ഒരു തുലാസിൽ കനം തൂക്കൽ, എന്തിനാണതൊക്കെ? സഹോദരങ്ങളെ, ഒരു അധ്യാപകൻ ഒരു വർഷം 365 ദിവസത്തിൽ ഏതാണ്ടൊക്കെ ദിവസം ഇരുത്തി പഠിപ്പിച്ച കുട്ടികളെ കുറിച്ച് ടീച്ചർമാർക്കും അധ്യാപകർക്കും അറിയില്ലേ ഈ കുട്ടിൻ്റെ നിലവാരം എന്താണെന്നുള്ളത്? പിന്നെ എന്തിനാ നമ്മൾ പരീക്ഷ നടത്തൽ? എന്തിനാ പരീക്ഷ? പരീക്ഷ എഴുതിയ കുട്ടിയുടെ ആൻസർ ഷീറ്റ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണത് എന്തിനാ? അത് കൊടുക്കുമ്പോൾ അവനും അവളും ബോധ്യപ്പെടണം, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഞാൻ ഇത്രയൊക്കെയാണ്. അതിൻ്റെ ഏറ്റവും പീക്ക് ലെവലാണ് പരലോകം. കിതാബ് നമ്മളെ കയ്യിൽ തരുന്നതിനറിയോ? നരകത്തിലേക്ക് നീ പോകാൻ അർഹനാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താനാണ് നരകവാസിക്ക് കയ്യിൽ കൊടുക്കുന്നത്, സ്വർഗവാസിക്ക് കൈ കൊടുക്കണം. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അതായത് നാളെ നിങ്ങളെ കൂട്ടത്തിൽ നരകത്തിൻ്റെ മുന്നിൽ വരാത്തവരായി ആരുമില്ല എന്നാണ്. ചില മുഫസ്സറുകൾ പറഞ്ഞത് നരകത്തിൽ പ്രവേശിക്കാത്തവരായി നിങ്ങളിൽ ആരുമില്ല എന്നാണ്. സ്വർഗത്ത് പോണവനും നരകത്തിലൊന്ന് കിടക്കും, നരകത്ത് പോണവനും നരകത്തിലൊന്ന് നടക്കും. ഈ ആയത്ത് കേട്ടിട്ടാണ് ഒരു സഹാബി കരഞ്ഞത്, വീട്ടിൽ ചെന്നിട്ടും കരയാം. ആയത്തിന്റെ തുടക്കം എന്താണ്? മറിയമിലെ ആയത്താണ്. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ. ബാങ്കുടുക്കി.
ഖൗല ബിൻത്ത് സാലബാണല്ലേ, ഹക്കീം നേരത്തെ പറഞ്ഞു. ഖൗല ബിൻത്ത് ഹക്കീം നേരത്തെ പറഞ്ഞു, സാലബാണ്. ജസാക്കല്ലാഹ്. നമ്മൾ മുജാദല ആയത്തിൻ്റെ വിഷയം പറഞ്ഞില്ലേ ആദ്യത്തിൽ അല്ലേ? പ്രവാചകന്റെ മുമ്പിൽ വന്ന് ഭർത്താവിനെ കുറിച്ച് പറഞ്ഞില്ലേ? അത് ഖൗല ബിൻത്ത് ഹക്കീമല്ല, ഖൗലയാണ്, പക്ഷെ ഖൗല ബിൻത്ത് സാലബയാണ് കേട്ടോ. ജസാക്കല്ലാഹ് ഖൈർ. അപ്പോൾ ഞാൻ പറഞ്ഞത് അവസാനം പറഞ്ഞു വെച്ചത് എന്താണ്? ഒരു സഹാബി വീട്ടിൽ നിന്ന് കരയാണ്. അപ്പം കരച്ചിൽ നിർത്താത്തൊരവസ്ഥ വന്നപ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പറ്റിയത് അല്ലേ? ചില ഭാര്യമാരെന്താ ചോദിക്കുക, ഇത്ര വയസ്സായാലും നിങ്ങൾക്ക് കരയാൻ പോലും അവകാശമില്ലാത്ത വിഭാഗമാണ് ആര്? ശരിയാണല്ലേ? എൻ്റെ കൂടെ ഒപ്പരുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ പലരുണ്ട് ഉണ്ടാത്തോണ്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഭാര്യ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന്. അപ്പോൾ അദ്ദേഹം മിണ്ടുന്നില്ല. അപ്പം അദ്ദേഹം വീണ്ടും കരയാണ്. ഉത്തരമില്ല. പല പ്രാവശ്യം ചോദിച്ചിട്ട് എന്ത് പറ്റി? അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, അല്ല, അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നിട്ട് ഭാര്യയും കൂടെ കരയാൻ തുടങ്ങി. അവിടെ തന്നെ നല്ലൊരു ഭാര്യയെ ഇങ്ങനെ മനസ്സിലാകുന്നുണ്ട് നമുക്ക് അല്ലേ? ഭർത്താവിൻ്റെ വിഷമം കൂടെ ചേർന്ന് കൊടുക്കുക. അപ്പൊ ഈ സഹോദരി കരയണ കണ്ടപ്പോ സഹാബി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ കരയുന്നത്? നിങ്ങൾ കരയണ കണ്ടിട്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ കരയുന്നത് കണ്ടിട്ടാണ് ഞാൻ കരഞ്ഞത്. അപ്പൊ സഹാബി പറയുകയാണ്, ഞാൻ കരഞ്ഞത്, ഞാൻ വരുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദർസിൽ നിന്നാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് ഖുർആനിലൊരായത്ത് ഞങ്ങൾ കോതി തന്നു, വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയ. നിങ്ങളിൽ നരകത്തിൽ വരാത്തവരായി ആരുമില്ല എന്ന്. സ്വർഗത്തിലേക്ക് പോകുന്നവരെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും. പക്ഷേ അവർ പ്രവേശിക്കുന്ന നരകത്തിൻ്റെ ആ ഭാഗം അവർക്ക് തണുപ്പായിട്ടാണ് അള്ളാഹു ഫീൽ ചെയ്യിപ്പിച്ചു കൊടുക്കുന്നത്. നിഷേധികൾക്ക് നരകം കാണിച്ചു കൊടുക്കുമ്പോൾ കഠിന കഠോരമായ ചൂട് തന്നെയായിരിക്കും. എന്തിനാ സ്വർഗത്ത് പോകണവന് നരകം കാണിച്ചു കൊടുക്കണം? എന്തിനാ? അള്ളാഹിൻ്റെ വിധിയാണ്, വിധികൽപ്പനയാണ്. സ്വർഗത്തിലേക്ക് പോകുന്നവന് നരകം കാണിച്ചു കൊടുക്കുന്നത് ഈ നരകത്തിൽ നിന്നാണല്ലോ ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്ന് മനസ്സിലാകാനാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വിലയറിയാനാണ്. നരകത്തേക്ക് പോകുന്നവനെ വീണ്ടും നരകം കാണിച്ചു കൊടുക്കണം എന്തിനാ? ഈ നരകമായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇതിലേക്ക് വരാനുള്ള വകുപ്പുണ്ടാക്കുമായിരുന്നില്ല എന്ന് ചിന്തിച്ച് ഖേദം കൂടാനാണ് അല്ലേ? നാളെ നരകക്കാരിങ്ങനെ കരയുമ്പോൾ അതിൽ നിന്ന് വല്ലതും ഞങ്ങൾക്ക് ഇളവ് തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ കെഞ്ചുമ്പോൾ അല്ലാഹു പറയണത് എന്താ? നിങ്ങൾക്ക് ശിക്ഷയല്ലാത്തതൊന്നും ഞാൻ അധികരിപ്പിച്ചു തരില്ല എന്നാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ നരകവാസികൾക്ക് വരാണ്ട് അള്ളാഹു നമ്മയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വിധി കൽപ്പന നാളെ പരലോകത്തുണ്ട്. പിന്നെ അള്ളാഹു നമ്മുടെ അവയവങ്ങൾ കൊണ്ട് വിധി കൽപ്പിക്കും. അവയവങ്ങൾ സംസാരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തോന്നുന്നു അല്ലേ? അതായത് ഖുർആന്റെ ആ പരലോക വിഷയം പറയുന്ന ഭാഗത്ത് നമുക്ക് കാണാം, സൂറിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിൽ നിന്ന് എണീറ്റ് വരും. എന്നൊക്കെ പിന്നെ പറയുന്നുണ്ട്. കൈകാലുകൾ സംസാരിക്കും. അതൊരു വിധി കൽപ്പനയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, വറബ്ബുന, ഞങ്ങളുടെ റബ്ബ് ആരാണ്? അർ റഹ്മാൻ, അവൻ പരമകാരുണ്യകനാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള പരമകാരുണ്യകനായ ആ രക്ഷിതാവിൽ അൽ മുസ്തആൻ സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നവനാണ്. നമ്മളെല്ലാ സഹായങ്ങളും ചോദിക്കൽ ആരോടാണ്? അള്ളാഹുവിനോട്. സഹായത്തേട്ടം അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ റബ്ബിനോടാണ് നമ്മൾ സമർപ്പിക്കാറുള്ളത്. അലാമ തസിഫൂൻ, നിങ്ങൾ വർണ്ണിക്കുന്നതിനെ പറ്റി, അതുപോലെ തന്നെ നിങ്ങൾ പ്രസ്താവിക്കുന്നതിനെ പറ്റി എല്ലാം സഹായം അഭ്യർത്ഥിക്കുന്ന പരമകാരുണ്യകനായ രക്ഷിതാവാകുന്നു അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അള്ളാഹു അവസാനിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു അധ്യായത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സാധാരണ ഇവിടെ എക്സാം എഴുതുന്ന ആളുകളൊന്നും അല്ല ഉള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്നോട് ഒന്ന് രണ്ട് ആളുകൾ പറയുകയുണ്ടായി, സൂറത്ത് യൂസുഫ് ഒന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പഠിതാക്കളാണ് നിങ്ങൾ. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് സൂറത്ത് യൂസുഫ് വേണമെങ്കിൽ ചർച്ചയ്ക്ക് എടുക്കാം. ഇനി നല്ല വേറെങ്കിലും അധ്യായമാണെങ്കിൽ അങ്ങനെയും ആകാം അല്ലേ?
നിങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ ഇല്ല എന്ന് പറയരുത്. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ഖുർആനിലൊരു അധ്യായം ഉണ്ടാവില്ലേ, അതിൻ്റെ വിശദീകരണം കേട്ടാൽ കൊള്ളാം എന്ന് താല്പര്യമുള്ള അധ്യായങ്ങൾ ഉണ്ടാവും. അപ്പം അത് എല്ലാവരോടും ചോദിച്ചിട്ട് നമ്മളിങ്ങോട്ട് ഒരു സംശയത്തിലേക്ക് അതിനെ കൊണ്ടുപോയി ഇടാതെ സൂറത്ത് യൂസുഫിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇൻഷാ അല്ലാഹയുടെ പരിധി എത്രയാ? 6 മാസം എന്ന് പറഞ്ഞ ഒരാളിനോട് എന്തിനാന്ന് അറിഞ്ഞൂടാ, അള്ളാഹു അലം. സൂറത്ത് യൂസുഫ് പറ്റുമോ? യൂസുഫിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം ഖുർആനിലെ ഏറ്റവും നല്ല കഥ എന്താണ് അദ്ദേഹത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇൻഷാ അല്ലാഹ് നോക്കാം നമുക്ക്. ഇനി നമ്മുടെ മറ്റൊരു സിലബസിൻ്റെ അധ്യായം നമുക്ക് പ്രത്യേകം നിർണയിച്ച് തരികയാണെങ്കിൽ, നമ്മുടെ സംസ്ഥാന കമ്മിറ്റി നിർണയിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രൂപത്തിൽ ഹജ്ജാണോ 22-ാമത്തെ അല്ലേ? എന്നാൽ പിന്നെ അങ്ങനെയാകാം. എന്തായാലും ഹജ്ജ് സൂറത്തിലും ധാരാളം ശ്രദ്ധേയമായ വിഷയങ്ങൾ അള്ളാഹു കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്ന് കേട്ടതും ഇവിടെ സംസാരിച്ചതുമായ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഒരധ്യായത്തെ മുഴുവനായും ഇരുന്ന്, എനിക്ക് തോന്നുന്നത് നമ്മൾ 1.5 വർഷം എടുത്തു അല്ലേ? 1 വർഷം എടുത്തോ? 1 വർഷം എടുത്തിട്ടാണ് ഈ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റിയത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ ഈ ക്ലാസ്സുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ പഠനവേദികൾക്ക്, മജ്ലിസുകൾക്ക് പറയപ്പെട്ട എല്ലാ നന്മകളും അള്ളാഹു നമ്മുടെ മേൽ വർഷിപ്പിച്ച് തരുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ സ്വാഹിബായി അതിൻ്റെ കൂടെ ഓരം പറ്റി ജീവിച്ച് അതിലൂടെ സമാധാനമടഞ്ഞ് വിശുദ്ധ ഖുർആനിൻ്റെ യഥാർത്ഥ ആളുകളായി വിട പറഞ്ഞു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ പരീക്ഷണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളാണ്, അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ക്യാൻസർ പോലെയുള്ള വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ നമ്മുടെ സമൂഹത്തെയും ഒക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കൂട്ടത്തിലൊരു കാര്യം പറയാണ്. ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് പഠനങ്ങളൊക്കെ പറയണത് മനുഷ്യരുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ വേദന തന്നെ ക്യാൻസറിൻ്റെ അടയാളങ്ങളാകാം എന്നാണ്. അങ്ങനെയുള്ള നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത അൻവർ എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ടായിരുന്നു. നമ്മുടെ നാട്ടുകാരനാണ്. അദ്ദേഹം സ്വലാഹിയാണ്. അദ്ദേഹം ഇന്ന് ഖബറിലാണ്. യുവാവാണ്. 2 പറക്കമുറ്റാത്ത മക്കളുണ്ട്. പ്രവാസിയായി ജീവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ്റിലുണ്ടായൊരു വേദന കാരണം തുടർ ചികിത്സക്ക് നാട്ടിലേക്ക് വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറായിരുന്നു. 4 സ്റ്റേജുകളും കഴിഞ്ഞു പോയി. അദ്ദേഹം പരലോകത്തേക്ക് ആ രോഗവുമായി തിരിച്ചുപോയി. ധാരാളം ആളുകളുണ്ട്, നമ്മുടെ പരിചയത്തിലുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഈ രോഗം മാത്രമല്ല, കണ്ടുപിടിക്കാൻ കഴിയാത്ത പുതിയ പുതിയ രോഗങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, ഈ അംബിയായിൻ്റെ അവസാനത്തെ ക്ലാസ്സാണല്ലോ, നിങ്ങളാരും അദ്കാറുകൾ മുടക്കരുത്. നമുക്കറിയുന്ന അദ്കാറുകളൊക്കെ നമ്മൾ സുബഹി നമസ്കാരാനന്തരം ചൊല്ലുന്നവരാകണം. അതിനുവേണ്ടി ശാന്തമായ ഇടം കണ്ടെത്തി, പള്ളിയിൽ തന്നെ ഇരുന്ന് ചൊല്ലണമെന്നൊന്നുമില്ല. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്നിട്ടോ ഒക്കെ നമുക്കിന്ന് സംവിധാനങ്ങളുണ്ട്. ഇന്നൊരാൾ എന്നോട് പറഞ്ഞു, ആ അദ്കാറിൻ്റെ ആപ്പ് നിനക്ക് അയച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ്. അങ്ങനെയൊക്കെ ചൊല്ലാൻ ആഗ്രഹിക്കുന്ന, പഠിക്കാൻ ആ നന്മയുമായി ആഗ്രഹം പുലർത്തുന്ന ധാരാളം ആളുകളുണ്ട്. അതിലൊക്കെ പറയണത് എന്താണ്? 2 ലോകവും ബാസുരമാകാനുള്ള പ്രാർത്ഥനകളാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അദ്കാറുസ് സുബാഹ്, അത് ചൊല്ലിയാൽ അന്നത്തെ ദിവസം അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആവില്ല എന്നർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നമുക്ക് ക്യാൻസർ വരില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ശൈത്താൻ നമ്മളെ പഴപ്പിക്കൂല എന്നാണ്. ഇതൊന്നും ചൊല്ലാതെ ജീവിക്കണോല് ഒരു കുതിരത്തിൽ പോകല്ലേ? അപ്പോൾ മുസ്ലിമിൻ്റെ സുരക്ഷയാണ് ദുആകൾ. ഒരു 18ഓളം അദ്കാറുകളും ആവർത്തിച്ച് ചൊല്ലുന്ന പലതുമൊക്കെ ആയിട്ട് നമുക്കിന്ന് കാണാതെ പഠിക്കൊന്നും വേണ്ട, നോക്കി ചൊല്ലാൻ പറ്റിയ ഒരുപാട് ആപ്പുകളുണ്ട്. ഞാൻ ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ നമ്മളുമായി സമീപിച്ചാൽ അവർക്ക് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. ഇതൊക്കെ നിർവഹിക്കാൻ പറ്റും. എന്താ അറിയോ? നമ്മളൊക്കെ ഇടയ്ക്ക് പ്രാർത്ഥിക്കലില്ലേ, ഈ ദുനിയാവിൽ ജീവിക്കുന്ന നാളുകൾ എത്രയും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആഫിയത്തോടെ ജീവിച്ച് മരിച്ചു. എന്നോടൊരാൾ പറഞ്ഞെന്താ അറിയോ? നല്ല സ്നേഹനിധിയായ മക്കൾ തന്നെയാണ്, പക്ഷെ അദ്ദേഹത്തിന് കിടന്നോടന്ന് നീക്കാൻ വയ്ക്കൂല. കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് കിടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. കഴുകി കൊടുക്കുന്നത് മറ്റുള്ളവരാണ്, ആ അഴുക്കുകൾ നീക്കം ചെയ്യുന്നത് മറ്റുള്ളവരാണ്, സ്വന്തം മക്കളാണ്.
ഭാര്യയാണ്. എത്ര സ്നേഹനിധിയായ കുടുംബാംഗങ്ങളാണെങ്കിലും നമുക്ക് തോന്നിപ്പോകും നമ്മൾ ഇവർക്കൊരു ഭാരമാണോ എന്ന്. ആ ഒരവസ്ഥയിലേക്ക് നീങ്ങാതിരിക്കാനാണ് അതൊക്കെ പറയുന്നത്. ഒരു മനുഷ്യന് ഹിദായത്ത് കഴിഞ്ഞ ഏറ്റവും വലിയ അനുഗ്രഹം ആഫിയത്താണ്. അത് നിലനിൽക്കാൻ അപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കണം. അപ്പം അദ്കാറിൽ നമ്മൾ ചൊല്ലുന്നൊരു പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ആഫിനി ഫി ബദനി എന്നാണ് പറയുന്നത്. അതിലെല്ലാം പെട്ടു. നമ്മുടെ ശരീരത്തിൻ്റെ ഹ്യൂമൻ ബോഡി പാർട്സ് എല്ലാം പെട്ടു. ഒന്നിനൊരു രോഗം തരുതി എന്നാണ് പറയുന്നത്. അത് മാത്രം മനസ്സ് തട്ടി പറഞ്ഞാൽ മതി. അല്ലാഹുമ്മ സ്തുർ ഔറാത്തി വആമിൻ റൗആത്തി. അല്ലാഹുവേ, എൻ്റെ കുറവുകളൊക്കെ നീ മറച്ചു വെക്കണേ. എന്തൊക്കെ കുറവുകളുണ്ട് നമുക്ക്. ഇതൊന്നും പറയാത്ത ഒരാളെ അതിന് സമയമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എവിടേക്കായി മണ്ടിപ്പായണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് ആവർത്തിച്ച് ഉണർത്തുകയാണ് സഹോദരങ്ങളെ. അത് സുബഹി, പ്രത്യേകിച്ച് സുബഹിക്കൊന്നും പള്ളിയിൽ വരാത്ത ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. ഇതെന്താ പറയണേ അല്ലേ? എന്താ പറയാന്നറിയോ? എന്തൊരു മുട്ടുവേദന, എന്തൊരു ഊരവേദന. ഈ മുട്ടുവേദനയുടെയും ഊരവേദനയുടെയും കേസ് പറഞ്ഞ ആളെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ റോട്ടിൽ കൂടി ഇങ്ങനെ നടക്കണം. ഇതെന്താ ആചാര്യങ്ങൾ റോട്ടിൽ കൂടി? ഒന്നുമില്ല, ഡോക്ടർ അരമണിക്കൂർ നടക്കാൻ പറഞ്ഞിരിക്കണേ. അതെന്തിനാ? അതിലേ പ്രശ്നമാണ്. ഇങ്ങോട്ട് വന്നില്ലല്ലോ, അത് പ്രശ്നമല്ല അല്ലേ? ഇതാരെയും പറയണേ? മുസ്ലിങ്ങളാണ്. മുനാഫിക്കീങ്ങളായ ആളുകൾക്ക് ഏറ്റവും ഭാരമുള്ള 2 നിസ്കാരങ്ങളാണ് ഇശാവും അസ്ഖലുൽ മുനാഫിഖ് എന്ന് പറഞ്ഞത്. അതിൻ്റെ കൂലി അറിഞ്ഞിരുന്നെങ്കിൽ വലൗകാന ഹബ്വ, ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ ഊരമ്മ ഇറങ്ങിയിട്ടെങ്കിലും പള്ളിക്ക് വരും അല്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നിങ്ങളെന്താ മനുഷ്യന്മാരെ ഇവിടെ ഇങ്ങനെ അന്തം മുട്ടിക്കണേ മാർക്കറ്റിൽ? റസൂലുള്ളാഹിൻ്റെ ഓഹരി അവിടെ വിതരണം ചെയ്യേണ്ട, ഓഹരി വിതരണം ചെയ്യേണ്ട ഓടിപ്പോയിക്കൊള്ളിന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാരൊക്കെ ഓഹരിക്ക് വേണ്ടി ഓടി. ഓല് വിചാരിച്ച ആടിൻ്റെ കുറക് അല്ലേ, ആടിൻ്റെ കഴുത്തത്തെ ഇറച്ചി അതൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് പോയതാ. അപ്പം അവിടെ ചെന്നപ്പോൾ എന്താണ്, റസൂലുള്ളാഹിൻ്റെ ദർസ് കിടക്കുകയാണ്. അപ്പം അബൂ ഹുറൈറയോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ഓഹരി എവിടെയാണ്? ഇതന്നെയുടെ ഓഹരി അല്ലേ? ഓല് വിചാരിച്ചെന്താ വേറെ എന്തോ ഉണ്ടെന്നാണ്. അപ്പോൾ ഊരയിൽ നിന്ന് ഇറങ്ങി വരും എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ കൂലി അറിഞ്ഞിരുന്നെങ്കിൽ. റസൂലുള്ളാഹി പറയാണ്, ആടിൻ്റെ നല്ല മാംസമോ ഇറച്ചിയൊക്കെ പള്ളിയൊക്കെ കൊടുക്കേണ്ടി പറഞ്ഞാൽ വരുന്ന ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഈ ഇരിക്കണ എല്ലാവരും പള്ളിക്ക് വരുന്നവരാണെന്ന് ഞാൻ വിചാരിക്കണേ അല്ലേ? വരാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ, വണ്ടി ഉണ്ട്, അലാങ്കളൊക്കെ ഉള്ള സംവിധാനമുണ്ട്. ഒറ്റ കാര്യം മതി, നല്ലൊരു മനസ്സ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാനേ മഞ്ചേശ്വരത്തിൽ പരിപാടിക്ക് പോയി. ഒരു പള്ളീൻ്റെ മുറ്റത്താണ് പരിപാടി, ഒരു പബ്ലിക് പ്രോഗ്രാമായിട്ട് വെച്ചത്. അപ്പോൾ ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഇക്കാക്ക് വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് മുറുക്കി ഇങ്ങനെ പിടിച്ചിട്ട് പറയണം, ഉസ്താദേ, എൻ്റെ ഈ കഴുത്തിൽ ഈ സംഭവം ക്യാൻസർ വന്ന് കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. എന്നിട്ട് ആൾ വിതുമ്പി കരഞ്ഞിട്ട് പറയണം, എനിക്കൊന്നും വേണ്ട, നിങ്ങൾ ഇന്ന് ഈ പ്രസംഗിച്ച പള്ളി ഉണ്ടല്ലോ, പള്ളീൻ്റെ മുറ്റം, ഈ പള്ളിക്കൊക്കെ 5 നേരം നിസ്കരിക്കാൻ വരാൻ എനിക്ക് തൗഫീഖ് കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അൽഹംദുലില്ലാ, പള്ളിക്ക് വരാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും ഒരു രോഗം ഉണ്ടാകാനോ വേണ്ടപ്പെട്ട ICU കയറ്റാനോ ഒന്നും കാത്തിക്കണ്ട. അതുകൊണ്ട് ഈ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ചില കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. കാരണം ഇന്ന് കണ്ടവർ നാളെയില്ലാത്ത സിറ്റുവേഷൻസുകളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. നന്മകൾ പരമാവധി നേടിയെടുക്കാൻ ശ്രമിക്കുക. സുബഹി ജമാഅത്ത് ആരാണോ ജമാഅത്തായി നമസ്കരിച്ചത് അവൻ അള്ളാഹുവിൻ്റെ ദിമ്മത്തിലാണ് അന്ന് ദിവസം കഴിയുന്നത്. ദിമ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സുരക്ഷയിലാണ്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ഉപദേശം കണ്ണു തുറപ്പിക്കാൻ കാരണമാകട്ടെ എന്നെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.